ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പൈത്തൺ ബേസിക്സ് ഫോർ ബിഗിനേഴ്സ് എന്ന വീഡിയോ സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി വാട്ട് ഈസ് പൈത്തൺ, എന്താണ് പൈത്തൺ വേരിയബിൾ, എന്താണ് പൈത്തൺ ഡാറ്റ ടൈപ്പ് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിന്റെ കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺട്രോൾ ഫ്ലോ അഥവാ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചാണ്. നമ്മുടെ ഡെയിലി ലൈഫ് എക്സാമ്പിളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, നമ്മൾ ദൂരയാത്ര പോയി നമ്മളൊരു ജംഗ്ഷനിൽ റീച്ച് ചെയ്തു. ആ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഏത് പൊസിഷനിൽ എവിടേക്കാണ് പോകേണ്ടതെന്ന് നമുക്കറിയില്ല. റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ? അവിടെ നമ്മൾ ഡിസിഷൻ എടുക്കണം. ആ സമയത്ത് നമ്മൾ അവിടെ പരിചയമുള്ള ഒരാളോട് ചോദിക്കുന്നു, ഏത് റൂട്ടിലൂടെ പോയാലാണ് നമുക്ക് കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താൻ സാധിക്കുക, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? നമ്മൾ ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. ഇതുപോലെ നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡിസിഷൻസ് എടുക്കണം, ഏതെങ്കിലും കൃത്യമായ ഇതാണോ അല്ലെങ്കിൽ ഇതാണോ കറക്റ്റ് ഓപ്ഷൻ, അങ്ങനെയുള്ള ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് വരുന്ന സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൺട്രോൾ ഫ്ലോ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഈഫ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ്. ആൻ ഈഫ് സ്റ്റേറ്റ്മെന്റ് ചെക്സ് വെദർ എ കണ്ടീഷൻ ഈസ് ട്രൂ ഓർ ഫോൾസ്. ഒരു കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈഫ് സ്റ്റേറ്റ്മെന്റ്. ഇനി ഇതിന്റെ സിൻടാക്സ് നോക്കാം. ഈഫ് കണ്ടീഷൻ കോളൻ, അതായത് ഏതാണോ കണ്ടീഷൻ അത് എഴുതുക, അതിന് ശേഷം ഈ ഒരു സിമ്പിൾ ആണ് എഴുതേണ്ടത്. ദെൻ കോഡ് ടു എക്സിക്യൂട്ട് ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഏത് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതാണ് ഇതിന്റെ താഴെ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ ഈഫ് കണ്ടീഷൻ കഴിഞ്ഞ് കുറച്ചൊരു സ്പേസ് കൊടുത്തിട്ടാണ് കോഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നമ്മൾ എഴുതിയത്. ഇതേ രീതിയിലായിരിക്കണം നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ടത്. കാരണം പൈത്തണിനെ സംബന്ധിച്ച് ഈ സ്പേസ് അഥവാ ഇൻഡന്റേഷന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്തതായിട്ട് ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ സിൻടാക്സ് കൂടി നമുക്ക് പരിചയപ്പെടാം. ഈഫ് കണ്ടീഷൻ കോഡ് ടു എക്സിക്യൂട്ട് ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആദ്യത്തെ കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അതല്ല, ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ മറ്റൊരു കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എൽസ്. എൽസ് കോഡ് ടു എക്സിക്യൂട്ട് ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ്. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ മാത്രമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് പ്രോഗ്രാം ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം തന്നെ ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് 18 എന്നൊരു വാല്യൂ സ്റ്റോർ ചെയ്തു. അടുത്തതായിട്ട് ഒരു ഈഫ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈഫ് ഏജ് ലെസ് ദാൻ 18 പ്രിന്റ് മൈനർ. അതിനുശേഷം നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഒന്നും ലഭിക്കുന്നില്ല. കാരണം ഏജ് 18 ആണ്. നമ്മളിവിടെ ഏജ് ലെസ് ദാൻ 18 ആണോ എന്ന് ചെക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മാത്രമേ മൈനർ എന്ന് പ്രിന്റ് ചെയ്യത്തുള്ളൂ. ലൂപ്പിന് ഈ ഒരു ഈഫ് ലൂപ്പിന് ഒരു എൽസ് സ്റ്റേറ്റ്മെന്റ് കൂടി നമുക്ക് എഴുതാം. എന്തെഴുതാം? അങ്ങനെയാണെങ്കിൽ എൽസ് പ്രിന്റ് അഡൾട്ട്. ഇനി നമുക്കിത് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ അഡൾട്ട് എന്ന് വന്നിട്ടുണ്ട്. അതായത് ലെസ് ദാൻ 18 ആണെങ്കിൽ മൈനർ ആണെന്നാണ് പ്രിന്റ് ചെയ്യുന്നത്, അല്ല എങ്കിൽ അഡൾട്ട്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ഏജ് ഈക്വൽ ടു 18 ആണ്. അതുകൊണ്ട് നമ്മൾ അഡൾട്ട് എന്നാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിച്ചത്. മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഏജ് ഈക്വൽ ടു 18, ദെൻ ഈഫ് age less than 18 print minor elif. അതായത് elif age equal to 18 print you are an adult now എന്ന് നമുക്ക് എഴുതാം. അടുത്തതായിട്ട് else ഇതൊന്നുമല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടേ? print adult. ഇനി നമുക്കിത് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ യു ആർ എൻ അഡൾട്ട് നൗ എന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. കാരണം ഇവിടെ ഏജ് ഈക്വൽ ടു 18 എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ എൽ ഈഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഉപയോഗിച്ചു. അതായത് നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, അതായത് ഈഫ് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുക, അല്ല ഇങ്ങനെയാണ് കണ്ടീഷൻ എങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുക, അതുമല്ലെങ്കിൽ ഇത് രണ്ടുമല്ല കേസെങ്കിൽ എൽ സ്റ്റേറ്റ്മെന്റിലുള്ളത് എക്സിക്യൂട്ട് ചെയ്യുക. ക്ലിയർ ആയല്ലോ? അടുത്തൊരു പ്രോഗ്രാം കൂടി ചെയ്യാം. മാർക്സ് ഈക്വൽ ടു 75 എന്ന് നമ്മൾ എഴുതി. ഇതിനുശേഷം നമ്മൾ ഈഫ് എൽസ് ലൂപ്പ് ഇവിടെ യൂസ് ചെയ്യുകയാണ്. ഈഫ് മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 പ്രിന്റ് ഗ്രേഡ് എ. അടുത്തത് elif ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 പ്രിന്റ് ഗ്രേഡ് ബി. elif marks greater than or equal to 75
എൽസ് ഗ്രേഡ് ഡി. ഇനി നമുക്കത് റൺ ചെയ്ത് നോക്കാം. ഗ്രേഡ് സി ആണ് നമുക്ക് ലഭിച്ചത്, കാരണം മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 75 ആണെങ്കിൽ ഗ്രേഡ് സി. ഇവിടെ നമ്മൾ ഈഫ്, എൽസ്, അതുപോലെ ഈഫ്, എൽഇഫ് സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈഫ് മാർക്സ് കഴിഞ്ഞ് നമ്മളൊരു സ്പേസ് ഇട്ടിട്ടാണ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതിയത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സ്പേസ് ഇടാൻ വിട്ടുപോയി. ഇനി റൺ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഇവിടെ നമുക്ക് എറർ ലഭിക്കും. കാരണം എന്താ, എക്സ്പെക്റ്റഡ് ആൻഡ് ഇൻറ്റൻറ്റഡ് ബ്ലോക്ക് ആഫ്റ്റർ ഈഫ് സ്റ്റേറ്റ്മെന്റ് ഓൺ ലൈൻ 2. ഒരു ഇൻറ്റൻറ്റേഷൻ്റെ ആവശ്യമുണ്ട്. അതായത് പൈത്തൺ പ്രോഗ്രാമിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഇൻറ്റൻറ്റേഷൻ എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതായത് ഇവിടെ ഈഫ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു സ്പേസ് വിട്ടിട്ടായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അതായത് ഈ സ്റ്റേറ്റ്മെന്റിന്റെ അകത്താണ് ഈ പ്രിന്റ് ഉള്ളത്. അത് മനസ്സിലാക്കുന്നതിനായിട്ടാണ് അവിടെ ഒരു സ്പേസ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെസ്റ്റഡ് ഈഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെസ്റ്റഡ് ഈഫ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ മാർക്സ് ഈക്വൽ ടു 75 എന്ന് തന്നെ നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മളൊരു ഈഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയാണ്. ഈഫ് മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50. മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആണോ പ്രിന്റ് ചെയ്യുക. പ്രിന്റ് പാസ്റ്റ്. പാസ്റ്റ് ആണ് നമ്മൾ പ്രിന്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഈ ഈഫ് സ്റ്റേറ്റ്മെന്റിന്റെ അകത്തായിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എന്താണ്, ഈഫ് മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 പ്രിന്റ് ഗ്രേഡ് എ. ക്ലിയർ ആയോ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം? അതായത് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആണെങ്കിൽ പാസ്സായിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ 50 ആണ്, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണെങ്കിൽ ഗ്രേഡ് എ ആണെന്ന് കൂടി പ്രിന്റ് ചെയ്യണം. അതല്ല, അതിൻ്റെ അകത്തൊരു എൽഇഫ് സ്റ്റേറ്റ്മെന്റ് കൂടി എഴുതുന്നു. എൽഇഫ് മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണെങ്കിൽ പ്രിന്റ് ഗ്രേഡ് ബി, ഗ്രേഡ് സി. ക്ലിയർ ആയോ? അതായത് ഇവിടെ മാർക്സ് 75 ആണ് എന്ന് നമ്മൾ ആദ്യം തന്നെ കൊടുത്തു. പിന്നീട് നമ്മൾ ചെക്ക് ചെയ്യുന്നു മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആണോ, അങ്ങനെയെങ്കിൽ പാസ്റ്റ് എന്ന് പ്രിന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചെക്ക് ചെയ്യുകയാണ് മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം, ഈ സ്റ്റേറ്റ്മെന്റിന് അകത്തായിട്ടാണ് അടുത്തൊരു ഈഫ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അതായത് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ ഇതിൻ്റെ അകത്തായിട്ട് ഈ ഒരു ലൂപ്പ് വരുന്നത് കൊണ്ടാണ് സെയിം ആ ഒരു ഇൻറ്റൻഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഒരു ഈഫ് സ്റ്റേറ്റ്മെന്റിന് അകത്തായിട്ടാണ് അടുത്തൊരു ഈഫും എൽ ഈഫ് സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ ചെക്ക് ചെയ്യുന്നു മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണോ. 90 ആണെങ്കിൽ ഗ്രേഡ് എ എന്ന് കൂടി പ്രിന്റ് ചെയ്യുക. അതല്ല ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണോ. 60 ആണെങ്കിൽ ഗ്രേഡ് ബി എന്ന് പ്രിന്റ് ചെയ്യുക. ഇതൊന്നും അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അതായത് മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 അല്ല എങ്കിൽ എൽസ് കേസിലേക്കാണ് പോവുക. എൽസ് പ്രിന്റ് ഗ്രേഡ് സി. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. പാസ്റ്റ് ഗ്രേഡ് ബി. കാരണം എന്താ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആണ്, പാസ്റ്റ് എന്ന് വന്നു. അതുപോലെ 75 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണ്, ഗ്രേഡ് ബി എന്ന് വന്നു. ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് നേരിട്ട് ഇൻപുട്ട് റീഡ് ചെയ്യാം. അപ്പം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാ, ഇൻപുട്ട് ഓഫ് എന്ന വാല്യൂ ആണ്. ഇൻപുട്ട് ഓഫ് എന്ന ഫംഗ്ഷനാണ്. നമുക്കറിയാലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇൻപുട്ട് ഓഫ് എൻ്റർ. ഫോർ എക്സാമ്പിൾ നമ്മൾ 75 തന്നെ എൻ്റർ ചെയ്തു. നമുക്കിവിടെ എറർ വന്നിട്ടുണ്ട്. കാരണം എന്താ, നോട്ട് സപ്പോർട്ടഡ് ബിറ്റ്വീൻ ഇൻസ്റ്റൻസസ് ഓഫ് സ്ട്രിങ് ആൻഡ് ഇൻറ്റ്. അതായത് ഇവിടെ നിങ്ങൾ ഇൻപുട്ട് ഓഫ് എൻ്റർ മാർക്സ് എന്നാണ് കൊടുത്തത്. അപ്പോൾ ഇത് കമ്പ്യൂട്ടറിലേക്ക് റീഡ് ചെയ്യുന്നത് ഒരു സ്ട്രിങ് ആയിട്ടാണ്. പക്ഷേ മാർക്സ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് അല്ലേ. നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഡാറ്റ ടൈപ്സ്, ടൈപ്പ് കൺവേർഷൻസ് പഠിച്ചല്ലോ. അപ്പം ഇങ്ങനെ വരുന്ന കേസുകളിൽ നമുക്കത് ഇൻറ്റിജർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇൻപുട്ട് ഓഫ് എൻ്റർ മാർക്സ്, ഇവിടെ എൻ്റർ ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ ആണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇൻറ്റ് ഓഫ് ഒരു ടൈപ്പ് കൺവേർഷൻ അവിടെ യൂസ് ചെയ്തു. അതിനുശേഷം നമ്മളിത് വീണ്ടും റൺ ചെയ്യുന്നു. റൺ ചെയ്ത ശേഷം അഗെയിൻ 75 എന്ന വാല്യൂ തന്നെ കൊടുത്തു. ഇവിടെ നമുക്ക് എന്താ ഔട്ട്പുട്ട് വന്നത്, പാസ്റ്റ് ഗ്രേഡ് ബി. വീണ്ടും നമുക്ക് റൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ 45 എന്ന വാല്യൂ കൊടുത്തു, എൻ്റർ ചെയ്തു. അപ്പോൾ ഗ്രേഡ് സി എന്നാണ് വന്നത് അല്ലേ. ക്ലിയർ ആയല്ലോ. വീണ്ടും നമ്മൾ വേണമെങ്കിൽ ഒരു 65 എന്ന വാല്യൂ നൽകി. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എന്താ, പാസ്റ്റ് ഗ്രേഡ് ബി. ക്ലിയർ ആയാലോ. വളരെ സിമ്പിൾ അല്ലേ പ്രോഗ്രാംസ് ചെയ്യാൻ.
അപ്പോൾ നിങ്ങൾക്ക് തനിയെ ഇതുപോലുള്ള പ്രോഗ്രാംസ് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആലോചിച്ചിട്ട് ഇതുപോലെ പ്രോഗ്രാംസ് തനിയെ ചെയ്ത് നോക്കുക. അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കുക. ഈഫ് എൽസ് ലൂപ്പ് ആൻഡ് നെസ്റ്റഡ് ഈഫ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് തനിയെ പഠിച്ചു നോക്കുക. ഓരോ പ്രാവശ്യം പ്രോഗ്രാം ചെയ്യുമ്പോഴും നമുക്ക് തന്നെ ഇൻട്രസ്റ്റ് തരത്തിലാണ് നമ്മൾ പ്രോഗ്രാംസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ പഠിച്ചത്. ഈഫ് ടെസ്റ്റ് എ കണ്ടീഷൻ, ഒരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. എക്സിക്യൂട്ട്സ് വെൻ ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ്, ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മൾ എൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. എൽ ഈഫ്, അതായത് ചെക്ക് അഡീഷണൽ കണ്ടീഷൻസ് ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ്, അഡീഷണൽ എന്തെങ്കിലും കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എൽ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കും. അതുപോലെ നെസ്റ്റഡ് കണ്ടീഷണൽസ്, അതായത് ഈഫ് ലൂപ്പിൻ്റെ അകത്ത് മറ്റൊരു ഈഫ് ലൂപ്പ്, അതിനെയാണ് നെസ്റ്റഡ് ഈഫ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഡ് വിത്ത് ബിനൂസ് എന്നാണ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ പേര്. അതോടൊപ്പം ചാനലിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്